എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ നടന്നു എന്നതിലല്ല കാര്യം. നരകത്തിൻ്റെ കവാടം പൂട്ടി വെച്ചിട്ട് സ്വർഗത്തിൻ്റെ കവാടം പരക്കെ തുറന്നിട്ട് തരുന്ന റജബ് മാസം നിങ്ങളെ മുമ്പിൽ വന്നിട്ടും എന്തൊക്കെ തരാൻ പറ്റുമോ ചോദിക്കണത് മുഴുവൻ വാരി കോരി തരുന്ന റജബും ഷഅബാനും റമളാനും എൻ്റെ മാസമാണ്. ഞാൻ എൻ്റെ അടിമകളിലേക്ക് അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കുകയാണെന്ന് പടച്ച തമ്പുരാന് വാഗ്ദാനം ചെയ്ത റജബ് ഈസ് റെഡി. ആരെങ്കിലും റജബ് മാസത്തിലെ ഏതെങ്കിലും രാത്രിയിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അവന് 100 കൊല്ലം നോമ്പ് നോറ്റ കൂലിയും 100 കൊട്ടാരം പടച്ച തമ്പുരാൻ്റെ വക ഫ്രീ ആയിട്ട്, അതും അമ്പിയാ മുർസലികളുടെ ജിവാറിലായിട്ട്, ജിവാർ എന്ന് പറയാൻ നേരെടുത്തായിട്ട് പടച്ച തമ്പുരാൻ പണിത് തരുന്ന വാഗ്ദാനം ചെയ്ത റജബ് മാസം തീർന്നിട്ടില്ല മക്കളെ. ആരെങ്കിലും റജബ് മാസത്തിൽ പടച്ച തമ്പുരാനോട് ഇസ്തിഗ്ഫാർ, പാപമോചനം പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ രോമം പോലും നരകത്തിൽ സ്പർശിക്കുകയില്ല എന്ന് പടച്ച തമ്പുരാൻ വാഗ്ദാനം ചെയ്ത റജബ് മാസം. ഓരോ മക്കളെ, ഇനിയും വേണോ? ആരെങ്കിലും യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ നാളെ ഖിയാമത്ത് നാൾ, അന്ത്യനാളിൽ മഹ്ശറയിൽ എല്ലാവർക്കും ഇടയിലൂടെ ഒരു പ്രകാശം വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ അവനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന നേരത്ത് എല്ലാവരും അവനിലേക്ക് നോക്കിയിട്ട് പറയൂത്രേ, ഔ ഓൻ്റെ പോലെയൊക്കെ ഒന്ന് ആയാൽ മതിയെന്നു. അത്രക്കും ഓഫറുകൾ പടച്ച തമ്പുരാന് വാഗ്ദാനം ചെയ്യുന്ന റജബ് നമ്മുടെ മുമ്പിൽ എത്തി. ഇനിതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ മഹ്ശറിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിചാരണ ചെയ്യണ നേരത്ത് അത്തരം ടീമിനോട് അള്ളാഹു ചോദിക്കുത്രേ, എൻ്റെ മുമ്പിൽ ഞാൻ റജബ് ഇട്ടെന്നില്ലേന്ന്, ഷഅബാൻ ഇട്ടെന്നില്ലേ, റമളാൻ ഇട്ടെന്നില്ലേന്ന്. അതുകൊണ്ട് പതിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന, ഷെയർ ചെയ്താൽ മുതലാകുന്ന ഉറപ്പുള്ള നിങ്ങളെ ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോണിയും. കാരണം അവർ പതിവാക്കിയാൽ അതിൻ്റെ ഒരു വിഹിതം, മിസ്ല് സവാബ് കൂലി നിങ്ങൾക്കും കിട്ടും ഇൻഷാ അല്ലാഹ്.